നമസ്കാരം. നമ്മൾ ഈ പോർട്ടലിൽ തന്നിട്ടുള്ള ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാവണമെന്നില്ല കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പോരായ്മ പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കയ്യിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണ്, വേർഡോ PDF അങ്ങനെ എന്തെങ്കിലും കാണും. അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ക്ലൗഡ് AI ഓപ്പൺ ചെയ്യാം. ക്ലൗഡ് AI ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ലിങ്കിൽ കയറുക. ഇതിനകത്ത് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് ആഡ് ഫയൽസ് ഓർ ഫോട്ടോസ് കൊടുക്കുക. എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള അതേ ഫയൽ തന്നെ എന്ത് ചെയ്യുക. ഞാനിപ്പോൾ എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഒരു സുഹൃത്തിനോട് നമ്മുടെ ആവശ്യം പറയുന്ന രീതിയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞെടുക്കുക. നമുക്ക് ക്രിയേറ്റ് ഗൂഗിൾ ഫോം ഈ രീതിയിൽ തന്നെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മലയാള ഭാഷയിലാണെങ്കിലും പറയാം. ക്രിയേറ്റ് ഗൂഗിൾ ഫോം ഫോർ മോഡൽ എക്സാം ഫ്രം ദ given file with സ്റ്റുഡൻറ്റിൻ്റെ പേര് വരണമല്ലോ. അപ്പോൾ അതിന് സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ട്രേഡ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ട്രേഡ്, ബാച്ച്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഞാനൊരു 5 ക്വസ്റ്റ്യൻ കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. കോമായിട്ടിട്ട് ഈച്ച് ക്വസ്റ്റ്യൻ പേര്, ന്യൂ മാർക്ക്, എത്ര മാർക്കാണ് ആ മാർക്കോടെ കൊടുക്കുക. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത്രയും ആവശ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നീഡ് ഗൂഗിൾ ഫോം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതിന് കാര്യം മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ഡിലേ വരും. അത് ഈ ഡോക്യുമെൻ്റ് എല്ലാം റീഡ് ചെയ്ത് മനസ്സിലാക്കി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ അത് തിരഞ്ഞെടുത്ത് തരും. ഇമ്പോർട്ടൻ്റ് 5 ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻസ് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് 5 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അത് എടുത്തു തരുന്നതായിരിക്കും. ഇനി നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വേണ്ടി മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും പറഞ്ഞു കൊടുക്കാം. ഇനി 1, 2, 3 മൊഡ്യൂളിൽ നിന്നാണ്, ആദ്യത്തെ 3 മൊഡ്യൂളിൽ നിന്നാണ് വേണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇനി മൊഡ്യൂൾ നെയിം പറഞ്ഞു കൊടുത്തിട്ട് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഈ AI ഇതെല്ലാം ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമാണ് നമുക്കിത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അത് വളരെ ചുരുങ്ങിയ സമയം കണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടും. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് അത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് സ്ക്രിപ്റ്റാണ് ഔട്ട്പുട്ടായിട്ട് തന്നത്. ഈ സ്ക്രിപ്റ്റ് എങ്ങനെ റൺ ചെയ്യണമെന്ന് സ്റ്റെപ്പ് 2 റൺ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നുള്ള കുറച്ച് വഴികൾ അടങ്ങുന്നതുകൊണ്ടാണ്. അതിന് മുന്നേ കോപ്പി ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഫോം എടുക്കാൻ എല്ലാവർക്കും അറിയിക്കില്ല. അതുകൊണ്ടാണ് ആ വഴി ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഗൂഗിൾ ഫോം എടുക്കുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് നോർമലി ഗൂഗിൾ ഫോം എടുക്കാൻ അറിയാം. അപ്പോൾ അതിനകത്ത് ഈ 3 ഡോട്ട്സ് ഇവിടെ കാണും. അതിനകത്ത് ആപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ സ്ക്രിപ്റ്റിനെ ഇതിനകത്തോട്ട് വെച്ച് പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇതിനകത്തുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. Ctrl D കൊടുത്ത് ഇപ്പോൾ ഇതിനകത്ത് പേസ്റ്റായി.
വേറൊന്നുമില്ല. ഇത് സേവ് കൊടുക്കുക. അതിനുശേഷം ഈ റൺ ബട്ടൺ എനേബിൾ ആകുമ്പോൾ റൺ കൊടുക്കുക. അപ്പോൾ ഒരല്പം ടൈം എടുക്കും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെർമിഷനൊക്കെ ചോദിക്കും. നമ്മൾ ആ പെർമിഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഗോ ടു അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് അൺസേഫ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ആൾ കൊടുത്തിട്ട് ഏറ്റവും താഴെ വന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ടഡ് എന്ന് പറയും. ഇനി ഇതിൻ്റെ ഈ എക്സിക്യൂഷൻ ലോഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ എന്തെങ്കിലും എറർ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കൊണ്ടുപോയി തിരിച്ച് ഇതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പുതിയൊരു സ്ക്രിപ്റ്റ് ആ എറർ പരിഹരിച്ചുകൊണ്ട് പുതിയൊരു സ്ക്രിപ്റ്റ് തരും. ഇവിടെ എററൊന്നും കാര്യമായിട്ടില്ല, ഒരു വാണിങ്ങേ ഉള്ളൂ. ഒരു ചെറിയൊരു വാണിങ്, അത് നോർമലി വരുന്ന ഒരു ചെറിയൊരു വാണിങ്ങാണ്, അത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ലിങ്ക് ഇവിടെ ക്രിയേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ലിങ്കാണ്. ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക മോഡിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് കയറുക. അതിനായിട്ട് ഈ ലിങ്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, മറ്റൊരു ടാബ് എടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ആയി കിട്ടി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ PDF-നകത്തുള്ളത് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ ട്രേഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്ത നമ്മുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തതാണ്. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത് നോർമലി ട്രേഡ് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടായിരിക്കും വരിക. ഇവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, ഷോർട്ട് ആൻഡ് URL കൊടുക്കാം, കോപ്പി എടുത്തിട്ട് ഞാൻ അയച്ചു തന്നിട്ടുള്ള പോർട്ടലിനകത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ അത് ട്രേഡ് ബാച്ച് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാമെന്നുള്ളതാണ്.